എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മായ സ്റ്റാറ്റിലേക്ക് സ്വാഗതം. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഒക്ടോബർ 2025 എങ്ങനെയാണെന്ന് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഒക്ടോബർ 2025 എങ്ങനെയാണ് നമുക്ക് നോക്കാം. Have a moment. Ace of Swords, Ten of Pentacles, Eight of Pentacles, Chariot moment, Judgment. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആദ്യം തന്നെ ടവർ മൂമെൻറ്റ് എനർജിയാണ്. അപ്പോൾ ഇത് പറയാനുള്ളത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന നെഗറ്റീവായിട്ടുള്ള പല കാര്യങ്ങൾ, അതായത് നെഗറ്റീവ് എന്ന് നമ്മൾ പറയുന്നത് നമ്മളുടെ കൺമുമ്പിൽ ഇപ്പോൾ ഒരാളുടെ ജോലി നഷ്ടപ്പെടുന്നതോ അല്ലെങ്കിൽ ഇപ്പോൾ വീട് മാറേണ്ടുന്ന സിറ്റുവേഷനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ, അതായത് നമ്മൾ ചിന്തിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ നടക്കാതെ നമ്മൾ മുന്നോട്ടേക്ക് പോകുമ്പോൾ അവിടെ എന്തെങ്കിലും തടസ്സങ്ങൾ വരുമ്പോൾ, ചാലഞ്ചസ് വരുമ്പോൾ അതൊരു തടസ്സമാണ്, അത് നെഗറ്റീവ് ആണെന്നുള്ള ചിന്തയിലേക്ക് പോകുന്നതിന് പകരം സിറ്റുവേഷൻസിനെ ഒന്ന് അനലൈസ് ചെയ്യുന്നത് നന്നായിരിക്കും. കാരണം ചിലപ്പോൾ നമ്മൾ അതുമായിട്ട് മുന്നോട്ടേക്ക് പോയാൽ അവിടെ നമ്മുടെ ജീവൻ തന്നെ നഷ്ടപ്പെടാവുന്ന സിറ്റുവേഷൻ ആയിരിക്കാം. പക്ഷെ അതേസമയം തന്നെ എന്തെങ്കിലും തടസ്സങ്ങൾ വരുന്നത് നമ്മളെ ആ വഴിയിൽ നിന്ന് വഴിതിരിച്ചു വിടാനായിരിക്കും. അതിൽ നിന്ന് നമ്മളെ വഴിതിരിച്ചു വിടുമ്പോൾ നമ്മൾ ശരിയായിട്ടുള്ള ദിശയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. എപ്പോഴും ആ ഒരു പ്രപഞ്ചശക്തി താങ്ങും തണലുമായിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ, ഈ ഒരു എനർജി നിങ്ങൾക്ക് കാണാം. എപ്പോഴും ഈ ഒരു ടവർ മൊമെൻറ്റിൽ നിങ്ങൾ ചിന്തിക്കുന്നത് ഈ ഒരു ബിൽഡിംഗ്, ഈ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ ഒരു തണ്ടർ സ്റ്റോം അല്ലെങ്കിൽ ഇടിമിന്നലിൻ്റെ ശക്തിയിൽ വന്ന് ഇരിക്കുന്ന സമയത്ത് ആ ഒരു ട്രീ ഹൗസ് താഴെ വീഴുന്നു. പക്ഷെ അതേസമയം തന്നെ ആ ഒരു പ്രപഞ്ചശക്തി നിങ്ങളെ സംരക്ഷിക്കാൻ, നിങ്ങളുടെ ജീവൻ നഷ്ടപ്പെടാൻ അല്ലെങ്കിൽ നിങ്ങൾ പോസിറ്റീവായിട്ട് കാണേണ്ടുന്ന കാര്യം നിങ്ങളെ സംരക്ഷിക്കാനുള്ളൊരു വലയം എപ്പോഴും നിങ്ങൾക്ക് ചുറ്റുമുണ്ടാകും എന്നുള്ളതാണ്. ആ ഒരു എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ചില ആളുകളുടെ ജീവിതത്തിൽ ചില സിറ്റുവേഷൻസ് ഉണ്ടാകും, അതായത് നമ്മൾ ബാഹ്യമായിട്ട് അല്ലെങ്കിൽ മനുഷ്യർ ഈ ഒരു ഫിസിക്കൽ വേൾഡിൽ, ഫിസിക്കൽ റിലമിൽ നോക്കുമ്പോൾ നെഗറ്റീവ് ആണെന്ന് ചിന്തിക്കുക, എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ എന്നുള്ളത്. പക്ഷേ നമ്മളായിട്ട് ഇതിനു മുമ്പും പല മാർഗ്ഗങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ടാവും, ഇതല്ല നിങ്ങളുടെ വഴി എന്നുള്ളത്. പക്ഷേ നിങ്ങൾ അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു. അപ്പോൾ അതിൽ നിന്ന് നിങ്ങളെ പുറത്തേക്ക് കടക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അവസരം തരുന്നൊരു സിറ്റുവേഷൻ എന്നുള്ള രീതിയിൽ ഇതിനെ കാണുകയാണ് വേണ്ടത്. കാരണം നിങ്ങൾക്ക് ഇതിൽ നിന്ന് പുറത്തേക്ക് കടക്കേണ്ടുന്ന ഒരു സമയമായിരിക്കുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അത് ഓരോരുത്തരുടെയും കാര്യം വ്യത്യാസമായിരിക്കും. നിങ്ങൾ ചിന്തിക്കുക ഏതൊരു കാര്യത്തിനാണ് നിങ്ങൾ ഡിസിഷൻ എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്, എന്ത് കാര്യമാണോ, നിങ്ങളുടെ പേഴ്സണൽ ലൈഫ്, നിങ്ങളുടെ ഫാമിലിയാണോ, മക്കളാണോ, അച്ഛനോ അമ്മയോ, അതോ നിങ്ങളുടെ ആരോഗ്യ പ്രശ്നമാണോ, അതോ നിങ്ങളുടെ ജോലിയാണോ, ബിസിനസ്സാണോ, ആ ഒരു കാര്യത്തിൽ നിങ്ങൾ തീരുമാനമെടുക്കുക. അല്ലാത്ത പക്ഷം ആ ഒരു പ്രപഞ്ചശക്തി നിങ്ങളായിട്ട് തീരുമാനമെടുക്കുന്നില്ല, നിങ്ങളുടെ ലൈഫിൽ അത് വേണ്ടാത്ത കാര്യമാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിന്ന് ആ ഒരു പ്രപഞ്ചശക്തി തന്നെ അത് മാറ്റുകയാണ് ചെയ്യുന്നത്. അങ്ങനെ മാറ്റുമ്പോൾ നിങ്ങൾക്കത് തീർച്ചയായിട്ടും അറിയാം അത് നെഗറ്റീവായിട്ടാണ് ഫീൽ ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ അതേപോലെ തന്നെ 8 ഓഫ് പെൻറ്റക്കിൾസ് എനർജിയാണ്. അപ്പോൾ ചില ആളുകളുടെ ഒരു നിയോഗം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ബിസിനസ് അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന ഒരാളായിരിക്കാം. പക്ഷെ നിങ്ങൾക്ക് നിങ്ങൾ കുറേ ശ്രമിച്ചിട്ട് നടക്കാതെ പോകുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങൾക്ക് ബിസിനസ്സുള്ള കഴിവ് അത്രത്തോളം ഉണ്ടാവില്ല. ഒരു ജോലിയായിരിക്കും നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ ആ ഒരു ബിസിനസ് ആയിരിക്കില്ല നിങ്ങൾ ചെയ്യേണ്ടത്. ഇനി എന്താണ്, എവിടെയാണ് മാറ്റം വരുത്തേണ്ടതെന്ന് ചിന്തിക്കുക. അല്ലെങ്കിൽ ജോലി ചെയ്യുന്നുണ്ടാവുക, അപ്പോൾ ബിസിനസ്സിലേക്ക് പോയാൽ അത് കുറച്ച് റിസ്ക് ആണ്, പിന്നെ അതിൻ്റെ പുറകെ നടക്കണം. ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരാൾക്ക് ബിസിനസ്സിനെ കുറിച്ച് അറിയുന്നില്ല. പക്ഷേ നമ്മൾ കൊച്ചിലെ മുതൽ വീട്ടിലോ നാട്ടിലോ ഒക്കെ പറഞ്ഞ് കേട്ടിട്ടുള്ള ഇത് വെച്ചിട്ട് ബിസിനസ് ഇങ്ങനെയാണെന്ന് ചിന്തിക്കുന്ന ഒരാളായിരിക്കാം. പക്ഷെ ജോലി ചെയ്യുന്ന ഒരാളായിരിക്കും. അപ്പോൾ ജോലിയാണ് സേഫ് എന്ന് ചിന്തിക്കുന്നുണ്ടാവും, പക്ഷേ ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് വളരെ നല്ലൊരു ബിസിനസ് മാൻ, ബിസിനസ് വുമൻ ആവാനുള്ള കഴിവുണ്ട്. നിങ്ങൾ അതിലേക്ക് നോക്കാത്തതിന് കാരണം നിങ്ങളുടെ ആ ഒരു ഉൾഭയം. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഒരു പക്ഷേ ഒരു ജോലി നഷ്ടപ്പെടുന്നതിലൂടെ പെട്ടെന്ന് എന്തെങ്കിലും സിറ്റുവേഷൻസ് കുറച്ച് ശ്രമിച്ച് ജോലി നേടാൻ പറ്റുന്നില്ല, അങ്ങനെ ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നു. ചെറിയ രീതിയിൽ ബിസിനസ് ഇഷ്ടപ്പെട്ടു തുടങ്ങുമ്പോൾ പുതിയ സാധ്യതകൾ തേടി തുടങ്ങുന്നു, പുതിയ മേഖലയിലേക്ക് പോകുന്നു. അങ്ങനെ ഒരു എനർജി ആകാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. കണ്ണടച്ച് എന്ത് സിറ്റുവേഷനെയും ചാലഞ്ചായിട്ട്
അല്ലെങ്കിൽ ഒരു നെഗറ്റീവായിട്ട് ചിന്തിക്കാതിരിക്കുക. അതൊരു ചലഞ്ചിങ് സിറ്റുവേഷനാണ്. അപ്പോൾ അതിനെങ്ങനെ അതിജീവിക്കാം എന്നുള്ളത് ചിന്തിക്കുക. ഓക്കെ, ഏസ് ഓഫ് സോർട്സ് എനർജിയാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അത് വളരെ ക്ലിയർ ആയിട്ട് തിങ്ക് ചെയ്യുക. ക്ലിയർ തിങ്കിങ് ആണ്. നിങ്ങൾ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്, സംസാരിക്കുന്നു കാര്യങ്ങൾ വ്യക്തമായിട്ട്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ മൈൻഡിലുള്ള വ്യക്തതയോട് കൂടിയിട്ടുള്ള കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കുക. എന്താണ് ഇപ്പോൾ ഒരു കോഴ്സ് എടുക്കുന്നതായിക്കോട്ടെ, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നത്, ഇന്നൊരു കോഴ്സ് അല്ലെങ്കിൽ ഇന്ന ഇതിലേക്ക് പോകുന്നത്, എന്തിലാണ് ഇൻറ്റേൺഷിപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതുപോലുള്ള കാര്യങ്ങൾ നിങ്ങളെ മാനിപ്പുലേറ്റ് എന്ന് പറയുമ്പോൾ മറ്റൊരാൾ അവർക്ക് ഇഷ്ടമുള്ള ഇതിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കാൻ ശ്രമിക്കുന്നത് എല്ലാം മാനിപ്പുലേഷനാണ്. അതിനിപ്പോൾ നിങ്ങളുടെ അച്ഛനമ്മയാണെങ്കിലും ആരാണെങ്കിലും അവർക്കിഷ്ടം ഇതാണ്, അപ്പോൾ അതിൻ്റെ സ്കോപ്പുകളാണ് അവർ കൊണ്ട് നിരത്തുക. പക്ഷെ നിങ്ങൾക്ക് ഇഷ്ടം മറ്റൊന്നാണെങ്കിൽ എന്താണ് സ്കോപ്പ്, എങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇവിടെ പറയാനുള്ളത്, നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തി എന്താണ് ഇഷ്ടപ്പെടുന്നത്, എന്താണ് ആഗ്രഹിക്കുന്നത് എന്നതിലേക്ക് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യാം. അതേപോലെ തന്നെ ഇവിടെ ചില ആളുകളെ സംബന്ധിച്ച് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള അനുഭവം കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊരു വീട്ടമ്മയാണ്, ഇപ്പോൾ മക്കൾ കുറച്ച് വലുതായി. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് വിദ്യാഭ്യാസം പൂർണ്ണമായിട്ടും പൂർത്തിയാക്കാൻ, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച വിദ്യാഭ്യാസം നേടാതെ ആയിരിക്കും ഒരു പക്ഷേ നിങ്ങൾ ജോലിയിലേക്ക് കയറിയിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ജോലി എന്ന് പറഞ്ഞാൽ കുടുംബ ജീവിതത്തിലേക്ക് കയറിയിട്ടുണ്ടാവുക. അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ചെറിയ എന്തെങ്കിലും ജോലി ചെയ്തിട്ടുണ്ടാവാം, പക്ഷേ നിങ്ങൾ ഉദ്ദേശിച്ച വിദ്യാഭ്യാസം പൂർത്തിയാക്കിയിട്ടില്ല. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്കൊരവസരം, കുട്ടികൾ ചിലപ്പോൾ വലുതായിട്ടൊക്കെ ആയിരിക്കും ഒരു അവസരം വന്ന് ചേരുകയാണെങ്കിൽ നിങ്ങൾ വീണ്ടും ചിന്തിക്കാൻ, കാരണം നിങ്ങളുടെ സൗഹൃദ കൂട്ടായ്മയിൽ നിന്നൊക്കെ നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങുന്നുണ്ടാവും ഇനിയും പഠിച്ചാലോ എന്നുള്ളത്. അപ്പോൾ അത് അത്ര വലിയ ഇനിയിപ്പോൾ എന്തിന് എന്നുള്ളൊരു രീതിയായിരിക്കും പഴയ ചിന്താഗതി ഉള്ളവരോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിലുള്ള ആളുകളിൽ പലരും പറയുന്നത്. ഇതൊക്കെ എന്തിന്, ഇനി പഠിച്ചിട്ട് എന്തിനാണ് എന്നുള്ളതാവാം. പക്ഷെ അങ്ങനെ ഒരു എനർജി അല്ല. ഇനി ഒത്തിരി ഉയരത്തിലേക്ക് പഠിക്കാനുള്ള അവസരം വരുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതുമായിട്ട് തന്നെ മുന്നോട്ടേക്ക് പോവുക, ധൈര്യമായിട്ട് തന്നെ മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ്. ഇനി പഠിച്ചിട്ട് എന്തിനെന്ന ചിന്തയിലേക്ക് പോകേണ്ട ആവശ്യമില്ല. 60, 70, 80 വയസ്സുള്ള ആളുകൾ ഇപ്പോഴും പഠിക്കുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ നമ്മൾ നേരിട്ട് കണ്ടിട്ടുള്ളതും അറിഞ്ഞിട്ടുള്ളതും കൂടെ പഠിച്ചിട്ടുള്ളതുമായിട്ടുള്ള ഒരു 70 വയസ്സൊക്കെ ഉള്ള ആളുകൾ, അവർക്ക് ഒരു പ്രായം കഴിയുമ്പോൾ വിദ്യാഭ്യാസം വീണ്ടും പഠിക്കണമെന്ന് തോന്നി പഠിക്കുന്ന ആളുകളും ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ഉള്ള സമയത്ത് നിങ്ങളുടെ പ്രായം ഒരു ഇതായിട്ട് കാണാതിരിക്കുക. ഗ്രോത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒരു പക്ഷേ ഈ ഒരു സമയത്തായിരിക്കും നിങ്ങൾക്ക് ഗ്രോത്ത് വരുന്ന സമയം. ഇനി വയസ്സിനനുസരിച്ചിട്ടല്ലാതെ വരുന്നത് ഓരോരുത്തരുടെ ജീവിത സാഹചര്യത്തിനും സിറ്റുവേഷനും അനുസരിച്ചിട്ട്. പിന്നെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നിങ്ങൾ ഒരു വാഹനം വാങ്ങിക്കാനുള്ള അവസരം വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് ജോലിയിൽ ഒരു ഉന്നമനം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ വാഹനം വാങ്ങിക്കാനുള്ള അവസരം വരികയാണ്. അപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ടൊരു കാർ എന്നുള്ളൊരു സ്വപ്നം സാക്ഷാത്കരിക്കുന്നു. എല്ലാവരിലും അല്ല, ചില ആളുകളിലും. അല്ലെങ്കിൽ ഇന്ന കാറ് വാങ്ങിക്കണമെന്ന് ചിന്തിച്ചിട്ടുള്ളവർ, നിങ്ങളൊരു സാധാരണ കാറുള്ള ഒരാളാണെങ്കിൽ ആഗ്രഹിച്ചൊരു കാറ് വാങ്ങിക്കുന്ന സിറ്റുവേഷൻ ആവാം. അതേപോലെ 10 ഓഫ് പെൻറ്റക്കിൾസ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ ഈ ഒരു എനർജി കണക്ഷൻ സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു ബ്ലിസ്, ആ ഒരു സന്തോഷം, ആ ഒരു മൈൽ സ്റ്റോൺ നിങ്ങൾ അച്ചീവ് ചെയ്യാണ്. പലർക്കും ഒരു ഗോൾ ഉണ്ടാവും ജീവിതത്തിൽ, ഇന്നത് ചെയ്യണം, ഇന്നത് നേടണം എന്നൊക്കെ. ആ ഒരു ഗോള് നിങ്ങൾ നേടുകയാണ് എന്നുള്ളതാണ്. സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു ജീവിതം നിങ്ങൾ നേടിയെടുക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങൾ ആഗ്രഹിച്ച തരത്തിലുള്ളൊരു ജീവിതമായിരുന്നില്ല ഇതുവരെ നിങ്ങൾ ജീവിച്ചത്, ഇനി അങ്ങോട്ടേക്ക് അങ്ങനെ ജീവിക്കാൻ തുടങ്ങുന്നു എന്നുള്ളതാണ്. അത് ഒരുപക്ഷെ ഇത് ചില ആളുകളെ സംബന്ധിച്ച് ഇപ്പോൾ വീട്ടമ്മമാർ, പ്രായമായിട്ടുള്ള വ്യക്തികൾ, റിട്ടയർമെൻറ്റ് ഫേസ് വരെ നിങ്ങളെ കുടുംബം, കുട്ടികൾ എന്നുള്ള ഇതായിരിക്കാം. റിട്ടയർ ആയി കഴിയുമ്പോഴായിരിക്കും ഒന്ന് സ്വസ്ഥമായിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിന് പല കാര്യങ്ങളും അറിയുന്നത്, നേടുന്നത്, കഴിക്കുന്നത്, പല ഫുഡ്സൊക്കെ ട്രൈ ചെയ്ത് നോക്കുന്നത്, പല ഡിഫറെൻറ്റ് കൾച്ചർ മനസ്സിലാക്കുന്നത്. ഇതിനൊക്കെ ഉള്ളൊരു അവസരമാണ് നിങ്ങൾക്കിപ്പോൾ ഈ ഒരു മാസം തരുന്നത്. ജഡ്ജ്മെൻറ്റ് എനർജിയാണ്. പലർക്കും ഉള്ളൊരു സെൽഫ് റിയലൈസേഷൻ ഉണ്ടാകുന്ന സമയമാണ്. നിങ്ങളെന്ന് പറയുന്ന വ്യക്തി എന്താണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സമയമാണ്. ഇതുവരെ നിങ്ങൾ എന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചിരുന്നത് നിങ്ങളുടെ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലൂടെയാണ്. അപ്പോൾ പലരും ഫ്രണ്ട്സ് എന്ത് ചെയ്യുന്നു അതിനനുസരിച്ച് ചെയ്യുന്ന ഒരു രീതിയാണ്. അപ്പോൾ ഫ്രണ്ട്സ് എങ്ങനെ പോകുന്നു, എന്ത് ചെയ്യുന്നു എന്നതിനനുസരിച്ചിട്ടില്ല. നിങ്ങളെന്ന് പറയുന്ന വ്യക്തി എന്താണ് എന്നുള്ളത് മനസ്സിലാക്കുക. നിങ്ങൾ ആരാണെന്ന് മനസ്സിലാക്കി നിങ്ങൾക്കൊരു സെൽഫ് റിയലൈസേഷൻ ഉണ്ടാവുകയും എനിക്ക് എന്താണ് ജീവിതത്തിൽ വേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു സമയമാണ് ഈ ഒരു ഒക്ടോബർ മാസം എന്ന് പറയുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് ഒത്തിരി തൃപ്തി തരുന്ന ഒരു കാര്യം കൂടിയിട്ടാണ് എന്നുള്ളതാണ്. അപ്പോൾ ഒരു ജഡ്ജ്മെൻറ്റ് ഫേസാണ്.
ഒരു സ്പിരിച്വൽ അവേക്കണിങ് കൂടിയാവാം. അതോ ആത്മീയ കാര്യങ്ങളിലേക്ക് നിങ്ങൾ കൂടുതൽ ഇറങ്ങി ചെല്ലുകയാണ്. നിങ്ങളെ കൂടുതൽ നിങ്ങൾ നിങ്ങളുടെ സുന്ദരമായിട്ടുള്ള മനസ്സ് നിങ്ങൾ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. അതേപോലെ ഒരു പോസിറ്റീവായിട്ടൊരു മാസം തന്നെയായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്.